ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിവിധ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ ആദ്യത്തെ ദിവസം തന്നെ അടിച്ചു തകർത്ത ഒരു കണ്ടസ്റ്റന്റ്. ജഡ്ജസ് ആയിട്ടുള്ള 3 പേർക്കും, 3 പേരല്ല പോട്ടെ, 2 പേർക്കും, അഖിൽ മരാർ ഇതിലൊന്നും പെടില്ല കേട്ടോ. ആ 2 പേരിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ് അഖില്. ജഡ്ജസ് ആയിട്ടുള്ള 2 പേരുടെ മനസ്സിൽ കീഴടക്കിയ ഒരേ ഒരു വ്യക്തി, 20 പേരിൽ ഓരോ ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് ആ കണ്ടസ്റ്റന്റ്. അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ല. കാരണം ആദ്യ ദിവസം നിങ്ങളൊന്ന് ആലോചിക്കണം, അഗ്നിപരീക്ഷയുടെ ആദ്യ സീസണിൽ ആദ്യ ദിവസം ഈ ജഡ്ജസ്മാര് ഈ 40 പേരിൽ പോട്ടെ 20 പേരിൽ ഒരാളെ ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്നും മറ്റു 19 പേരിൽ നിന്നും എത്രമാത്രം ഡിഫറെന്റ് ആയിരിക്കും, എന്തൊരു ഗെയിം സ്ട്രാറ്റജിയാണ് ആ വ്യക്തി അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യും. വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിലെ കൂടുതൽ അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതൊക്കെ ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം 1ാമത്തെ ദിവസത്തെ എപ്പിസോഡൊക്കെ ആകാംക്ഷപൂർവ്വമാണ് നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്നത്. ആരെയും നിരാശപ്പെടുത്താത്ത ഒരു എപ്പിസോഡായിരുന്നു അല്ലെ. അതിൽ ആങ്കറായിട്ടുള്ള റെനീഷ് ഒരു കാര്യം ചോദിച്ചു. ജഡ്ജിമാരോടാണ് ചോദിക്കുന്നത്, റിയാസിനോടും രഞ്ജിനിയോടും അഖിലിനോടും. ഈ 20 പേരിൽ ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഫെയർലെസ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട്, കുറച്ചുകൂടി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന്? അതിലൊരു സംശയമില്ലാണ്ട് ഗെയിം ചേഞ്ചറായ, നമ്മുടെ സീസൺ 4 ഗെയിം ചേഞ്ചറായ റിയാസ് പറയുകയാണെ പൂജ. ആരാണ് ഈ പൂജ? എവിടെ? നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടാസ്ക് നടത്തിയിരുന്നല്ലോ. ആ സമയത്ത് ഒന്നും അറിയത്തൊരു പാവത്തെ പോലെ കൂടെ മത്സരിക്കുന്ന ഒരാൾക്ക് കീ ഒക്കെ കൊടുത്ത് അയ്യോ ഒന്ന് തുറന്നവരോ എന്നൊക്കെ പറഞ്ഞ് അവിടെ പൂജ അപ്ലൈ ചെയ്തത് ഒരു മൈൻഡ് ഗെയിമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയൊരു ഷോയില് ആദ്യത്തെ ദിവസത്തെ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. കൂടെ മത്സരിച്ച അല്ലെങ്കിൽ കൂടെ മത്സരിക്കാൻ വന്നിരിക്കുന്ന ഒരാൾക്ക് തനിക്ക് കിട്ടിയിരിക്കുന്ന കീ മാത്രം കൊടുക്കാൻ അത്രയ്ക്ക് ഓളില്ലാത്ത ഒരാള് ബിഗ് ബോസിലെ ഈ 10,000 വന്ന ആപ്ലിക്കേഷനിൽ വെറും 40 പേരിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അവിടെ നിസ്സാരമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു വീട്ടമ്മയായിരിക്കും, അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെ പൂജ അപ്ലൈ ചെയ്തത് മറ്റുള്ളവരിൽ നിന്നും എന്തുകൊണ്ട് ഡിഫറെന്റ് ആവണം എന്നുള്ളതാണ്. അതിന് കൊടുക്കണ ഒരു കയ്യടി. സത്യം പറഞ്ഞാൽ പൂജയുടെ മൈൻഡ് ഗെയിം അവിടെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യ ദിവസം തന്നെ പൂജ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാകുന്നത്. ജഡ്ജിമാരെടുത്ത് പറയുന്നു, പൂജ, ഞങ്ങളുടെ മനസ്സിൽ ഇത്രയും പേര് വന്നതിൽ ഓരോ വ്യക്തിയാണ് കയറിയിരിക്കുന്നത്, അത് പൂജയാണ്. രഞ്ജിനിയും പറയുന്നു, പേടിയില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ്. ആദ്യത്തെ ദിവസം ആകുമ്പോൾ സത്യമാണ്, കരഞ്ഞു, പൂജ കരഞ്ഞു മെഴുകി. അതും പൂജയുടെ ഗെയിം സ്ട്രാറ്റജി തന്നെ. ഹൈലൈറ്റ് ആവണം, ആദ്യത്തെ ദിവസം തന്നെ ഹൈലൈറ്റ് ആവണം. ഇതൊക്കെയാണ് മറ്റുള്ളവരിൽ നിന്നും പൂജ വ്യത്യസ്തമായത്. ഇതൊക്കെ കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അയ്യോ പാവം നിഷ്കള ഞാനൊരു ഗെയിമർ അല്ല എന്നുള്ള രീതിയിൽ കീ മാത്രം അവിടെ കൊടുത്തു. ക്ലൂ എവിടെ? ക്ലൂ പൂജയുടെ കയ്യിലുണ്ട്. ക്ലൂവും കീയും ഉണ്ടെങ്കിലല്ലേ അവിടെ പോയി നിൽക്കാൻ പറ്റുള്ളൂ. പൂജ അവിടെ വേറൊരു ഗെയിമാണ് കളിച്ചത്. ആ ഗെയിമിനാണ് ഇപ്പോൾ മാർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പൂജയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ. ജഡ്ജസ്മാരുടെ മനസ്സിൽ ഇടം നേടാൻ പൂജയ്ക്ക് ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ സാധിച്ചെങ്കിൽ പൂജ ഒരു നിസ്സാര ഗെയിമർ അല്ല. തീർച്ചയായിട്ടും ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് പൂജയെ കാണാൻ സാധിക്കും എന്ന് വേണം പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമോ? ഇല്ല, ഇനിയും ദിവസങ്ങളൊക്കെ ഉണ്ട്. ഇനിയും ഇടിച്ചു കയറി ആര് വേണമെങ്കിലും വരാം. എന്തായാലും ആദ്യത്തെ ദിവസം തിളങ്ങിയത് പൂജയാണ്. അങ്ങനെ മൊത്തത്തിൽ കരഞ്ഞു മെഴുകിയ ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടാണോ പൂജയെ കയറ്റി വിട്ടത്? റെനീഷ് അവിടെ അൺഫെയർ ആയിട്ട് കളിച്ചോ? അല്ല, റെനീഷ് അവിടെ അൺഫെയർ ആയിട്ടുള്ള തീരുമാനം എടുത്തോ? ബിഗ് ബോസിലെ ബാക്കിയുള്ള, അതായത് വീണ്ടും കയറാൻ സാധിക്കാത്ത 40 പേരിൽ 20 പേരില്ലേ, 20 പേരിൽ മറ്റൊരു പൂജ വന്നിട്ട് പറയാണ് രഞ്ജിനി അടുത്ത്, അവിടെ പൂജ കരഞ്ഞു മെഴുകിയത് കൊണ്ടാണ് പൂജയ്ക്ക് അവിടെ കയറ്റി വിട്ടത്, അല്ലെങ്കിൽ പൂജ ശരിക്കും നല്ലൊരു ഗെയിമർ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് മറ്റൊരു പൂജ. ഫെയർ ആയിട്ടുള്ള തീരുമാനമല്ല, അൺഫെയർ ആയിട്ടുള്ള തീരുമാനമാണോ നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞപ്പോൾ രഞ്ജിനിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓ, ഞങ്ങളെ ഭരിക്കാൻ നീ ആരാണ് എന്നുള്ളൊരു മൈൻഡിൽ രഞ്ജിനി പറയുന്നുണ്ട്, നിങ്ങളോട് എല്ലാവരോടും തീരുമാനം ചോദിച്ചോ? നിങ്ങളൊക്കെ ഓക്കെ പറഞ്ഞത് കൊണ്ടല്ലേ പൂജയെ കയറ്റി വിട്ടത്? അപ്പോൾ പറയാത്തത് ഇപ്പോൾ പറയുന്നത് ഫെയർ ആണോ ഫെയർ അല്ലേ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചോളുന്നത്. ഇങ്ങനെയുള്ള കളിയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം. പൂജ കളിച്ച കളി തന്നെയാണ് പ്രേക്ഷകർ കൈയടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരൊറ്റ ദിവസം കൊണ്ട് അഗ്നിപരീക്ഷയിൽ തിളങ്ങി നിൽക്കുന്നത് പൂജ. എന്തായാലും ബാക്കി ബിഗ് ബോസ് വീടിന്റെ അകത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലാണെങ്കിൽ ഈ 2 പൂജമാരും മറ്റ് ലോക്ക് ജാമാക്കിയ ശ്യാമും അടിച്ചു കയറും. ആദ്യത്തെ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2ാമത്തെ ദിവസത്തെ തുടക്കത്തിൽ ഇവർ 3 പേരാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ
എങ്ങനെ നമ്മൾക്ക് നല്ല പേര് മേടിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ബിഗ് ബോസ് വീടിനകത്തേക്ക് പോകുന്നത്. അവിടെ എങ്ങനെയെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് കളിക്കേണ്ടത്. അത് എന്ത് കളി വേണമെങ്കിലും അവർക്ക് കളിക്കാം. ഇനിയുള്ളവരെ തകർക്കാൻ ആരൊക്കെ ഉണ്ടാകും അല്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം അഗ്നിപരീക്ഷയുടെ 2ാം ദിവസം തുടങ്ങിയിട്ടുള്ളൂ. ഇനി എന്തൊക്കെയാകും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അഗ്നിപരീക്ഷ അപ്ഡേഷനായിട്ട് ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് എല്ലാവർക്കും